നമസ്കാരം. കേതൻ അഗർവാളിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിശ്രുത വധുവായ മുഖ്യപ്രതി സിയ ഗോയലിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് വീണ്ടെടുത്ത കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നത്. സിയ ഗോയൽ സുഹൃത്തിനയച്ച സ്നാപ്ചാറ്റ് സന്ദേശങ്ങളും കാമുകനായ ചേതൻ ചൗധരിയുമായി നടത്തിയ സംഭാഷണങ്ങളുമാണ് പോലീസ് വീണ്ടെടുത്തത്. ചേതൻ ചൗധരിയും സിയയും പ്രത്യേക കോഡ് ഭാഷയിലൂടെയും ആംഗ്യങ്ങളിലൂടെയുമാണ് പല കാര്യങ്ങളിലും ആശയവിനിമയം നടത്തിയിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സിയയുടെ രണ്ടാമത്തെ മൊബൈൽ ഫോണിലാണ് ഇത്തരം സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് പൂർണ്ണമായും വ്യക്തമാകണമെങ്കിൽ സിയയും ചേതനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നാണ് പോലീസിന്റെ ആവശ്യം. അതേസമയം കേസിലെ പ്രതി ചേതൻ ചൗധരിയുടെ സഹപാഠിയെ പൂനെ റൂറൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ ഒരു സംഭവത്തിൽ സഹപാഠിക്ക് പങ്കുണ്ടോ എന്നറിയാൻ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകത്തിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് സഹപാഠിക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനമായ സംശയം. സിയയും കാമുകൻ ചേതനും ചേർന്ന് ജൂൺ 18-നാണ് 25-കാരനായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ കേതൻ അഗർവാളിനെ ലോഹഗഡ് കോട്ടയിലെ മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഈ വർഷം നവംബറിൽ വിവാഹം നടക്കാനിരിക്കെയാണ് കേതൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം അറസ്റ്റിലായ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇതിനിടെ കേസിലെ പ്രതി സിയ ഗോയൽ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് സമ്മതം നൽകി, അതായത് നുണ പരിശോധന. ലോണാവാല റൂറൽ പോലീസിന് മുന്നിൽ വ്യാഴാഴ്ചയാണ് 20-കാരിയായ സിയ സമ്മതം അറിയിച്ചതെന്ന് ഇവരുടെ അഭിഭാഷകൻ വിപുൽ ദൂസിംഗ് വ്യക്തമാക്കി. കേസിൽ സിയയ്ക്കൊപ്പം പ്രതിയായ 22-കാരൻ ചേതൻ ചൗധരിയെയും പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട്. എന്തായാലും കേതൻ അഗർവാളിനെ മലമുകളിൽ നിന്ന് തള്ളിയിട്ട സമയം അദ്ദേഹത്തിന്റെ ഫോൺ സിയ കൈക്കലാക്കിയിരുന്നു. വിവരമറിഞ്ഞ് മലമുകളിലെത്തിയ കേതന്റെ ബന്ധുക്കൾക്ക് സിയ ഫോൺ നൽകി. ഇതിനു മുമ്പ് തന്നെ ഫോണിലുണ്ടായിരുന്ന നിർണായക വിവരങ്ങൾ സിയ നീക്കം ചെയ്തേക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. ഇത് കണ്ടെത്താനായി ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തുകയും ചെയ്യും. ഒളിച്ചോടിയാൽ കുടുംബത്തിന് നാണക്കേടുണ്ടാകുമെന്ന് ഭയന്നാണ് സിയ പ്രതിശ്രുതവരനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് കാമുകനായ ചേതൻ ചൗധരി പോലീസിനോട് പറഞ്ഞു. അതേസമയം ഡിലീറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ തന്നെ പലതും ഇത്തരത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സുഹൃത്തിനയച്ച സന്ദേശത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത വിവാഹം എന്ന് സിയ പരാമർശിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള സംഭാഷണം കൂടുതൽ ആഴത്തിൽ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അറിയിച്ച് വിവാഹത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനായി സിയ തന്റെ സുഹൃത്തിനോട് ആധാർ കാർഡിന്റെ ഇരുവശങ്ങളുടെയും പകർപ്പുകൾ അയക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായി ഒരു ചാറ്റിൽ കാണാം. എന്നാൽ അതിൽ വിവാഹത്തെക്കുറിച്ച് സിയ പറയുന്ന കാര്യമാണ് അന്വേഷണ സംഘത്തിന് പുതിയ പിടിവള്ളിയായിരിക്കുന്നത്. നിന്റെ ആധാർ കാർഡിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ഫോട്ടോകൾ അയച്ചു തരൂ. ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു കല്യാണത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ്, എങ്കിലും അത് അയച്ചേക്കൂ എന്നാണ് സിയ കൂട്ടുകാരിക്ക് അയച്ചിരിക്കുന്ന സന്ദേശം. ഇതിന് രേഖകൾ വാട്സപ്പ് വഴി നേരത്തെ തന്നെ അയച്ചിട്ടുണ്ടെന്ന് സുഹൃത്ത് മറുപടി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിനിടെ പിടിച്ചെടുത്ത ഫോണുകളിൽ നിന്ന് അടുത്തിടെ വീണ്ടെടുത്ത് ഡിലീറ്റ് ചെയ്ത വിവരങ്ങളുടെ ഭാഗമാണിത്. സിയയും കേതനും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് ഈ സുഹൃത്തിന് അറിയാമായിരുന്നു എന്നാണ് അവരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.